عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح وأن يرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖിനാൽ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന കിതാബ് എന്തെന്നാൽ ഉസൂലു സആദത്തി സൗജിയ മിൻ സുന്നത്തി നബവിയ എന്ന കിതാബാണ്. മഹാനായ പണ്ഡിതൻ സാലിഹ് അബ്ദുൽ കരീം അൽ ബലൂഷി ഹഫിളഹുല്ലാ അദ്ദേഹം രചിച്ച ദാമ്പത്യ ജീവിതത്തിലെ സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതത്തിൻ്റെ ചില അടിസ്ഥാനങ്ങൾ എന്ന കിതാബാണ്. അതിൽ നമ്മൾ ഇനി എടുക്കാനുള്ളത് അൽ അസ്ലു അൽ ഖാമിസ് ആഷർ 15ാമത്തെ അടിസ്ഥാനമാണ്. അതിൽ ഷെയ്ഖ് പറയുന്നത് അത്തഫത്തുനു ലിമാ യുഹിബ്ബു വ യുഅ്ജിബു തർഫുൽ ആഖർ, അഥവാ ഭാര്യക്കും ഭർത്താവിനും എന്ത് കാര്യമാണോ ഇഷ്ടം എന്നത് അറിഞ്ഞിരിക്കണം. ഭാര്യയുടെ ഇഷ്ടവും അതുപോലെ തന്നെ ഭർത്താവിന് എന്താണ് ഇഷ്ടം എന്നുള്ളത് ദാമ്പത്യ ജീവിതത്തിൽ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, ഷെയ്ഖ് പറയുകയാണ്, നമുക്ക് സന്തുഷ്ടകരമായ ദാമ്പത്യ ജീവിതം അതുണ്ടാക്കിയെടുക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ് ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഏതൊക്കെ എന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. എന്നിട്ട് ഇവിടെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇഷ്ടമാണ് എന്നുള്ളത് അവിടുത്തെ ഭാര്യമാർക്ക് അറിയാമായിരുന്നു. നോക്കൂ സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണ് എന്നതറിയാം. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏത് ഭക്ഷണമാണ്, ഏത് വസ്ത്രമാണ്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമാണ് എന്നതറിയാം. നോക്കൂ, ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ പറയുകയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യുഅ്ജിബുഹുൽ ഹൽവാഉ വൽ അസൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തേനും അതുപോലെ തന്നെ മധുരവും ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തേനും മധുരവും ഇഷ്ടമാണ് ഭക്ഷണത്തിൽ. വഅൻഹ ഐളൻ ഖാലത്, അവിടുന്ന് പറയുകയാണ്, കാന അഹബ്ബു ശറാബി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഹുൽവുൽ ബാരിദ്, അവിടുന്ന് ഇഷ്ടപ്പെട്ട പാനീയം വളരെ തണുപ്പുള്ള മധുരമുള്ള പാനീയങ്ങളായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടം. വഅൻ ഉമ്മി സലമ റളിയല്ലാഹു അൻഹ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഭാര്യയാണ്, അവിടുന്ന് പറയുകയാണ്, കാന അഹബ്ബ സിയാബി ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖമീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വസ്ത്രങ്ങളിൽ ഏറ്റവും ഇഷ്ടം എന്തായിരുന്നു? ഖമീസ് ആയിരുന്നു. എന്താണ് ഖമീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നീളക്കുപ്പായം. നീളക്കുപ്പായമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടം. നോക്കൂ സഹോദരങ്ങളെ, അവിടുത്തെ ഭാര്യമാർക്ക് റസൂലിന് എന്താണ് ഇഷ്ടമുള്ളത് എന്നതറിയാം. നമ്മളും ഈ ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ഭാര്യമാർക്ക് എന്താണ് ഇഷ്ടം, അതുപോലെ തന്നെ ഭാര്യമാരാണെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർക്ക് എന്താണ് ഇഷ്ടം, അവരുടെ ഭക്ഷണത്തിൽ അവർക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത് അവർ എന്ത് ചെയ്യണം? അതറിഞ്ഞിരിക്കണം. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമല്ലാത്ത ഭക്ഷണം അവിടുന്ന് എന്ത് ചെയ്യാറുണ്ട്? ഉപേക്ഷിക്കാറുണ്ട്. അത് ഹദീസിൽ വന്നതാണ്. അവിടുന്ന് ഒരു ഭക്ഷണം ഇഷ്ടപ്പെട്ടാൽ അത് ഭക്ഷിക്കും, അത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അവിടുന്ന് എന്ത് ചെയ്യാറാണ് പതിവ്? ഒഴിവാക്കും. അതിലെന്തെങ്കിലും പ്രത്യേകിച്ച് പ്രയാസം തോന്നേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എല്ലാം തിന്നണം എന്നുള്ളൊരു അടിസ്ഥാനം ഉണ്ടോ? ഇല്ല. അവിടുന്ന് എന്താണോ ഇഷ്ടം അത് കഴിക്കാറാണ് പതിവ്. ഇഷ്ടമല്ല എങ്കിൽ അവിടുന്ന് എന്ത് ചെയ്യാറാണ്? ഒഴിവാക്കാറാണ് പതിവ്. അതുകൊണ്ട് ഇഷ്ടമുള്ളത് ഭക്ഷിക്കാം, ഇഷ്ടമില്ലാത്തത് നമുക്ക് പറയാം. നമ്മുടെ ഭാര്യമാരെ നമ്മൾ കഷ്ടപ്പെട്ട് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല. ഭാര്യമാരോട് നമുക്ക് ഇഷ്ടങ്ങൾ പറയാം. പിന്നെ ഭാര്യമാരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭർത്താക്കന്മാർ ഏത് ഭക്ഷണമാണ് അവിടുന്ന് പ്രിയപ്പെട്ട് കഴിക്കുന്നത് എന്ന് ഭാര്യമാരും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഈ ബാബിന്റെ അടിസ്ഥാനം തന്നെ. അഥവാ അത് അറിയുക എന്നുള്ളത് ഒരു കഴിവാണ്. തഫത്തുൻ എന്നാണ് ഇവിടെ പ്രയോഗിച്ചത്. സ്മാർട്ട്നെസ് എന്നൊക്കെയാണ് അതിന് ഭാഷാപരമായി അർത്ഥം പറയാൻ പറ്റുക. ഇനി നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അവസാന സമയത്ത്, അവിടുത്തെ റൂഹ് അവിടുന്ന് വഫാത്ത് എന്ന സമയത്തുള്ള സംഭവം ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുവഫിയ ഫീ ബൈതി, അല്ലാഹു എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിൽപ്പെട്ട കാര്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിൽ വെച്ചാണ് മരണപ്പെടുന്നത്. അവിടുന്ന് പറയണ വഫി യൗമി, എൻ്റെ ദിവസം. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നിൽ കൂടുതൽ വിവാഹം ചെയ്ത് നമുക്കറിയാം.
ഓരോ ഭാര്യമാർക്കും ഓരോ ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നീതിപൂർവ്വം നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ ആയിഷ റളിയല്ലാഹു അൻഹക്ക് നിശ്ചയിക്കപ്പെട്ട ദിവസത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിൽ വെച്ച് മരണപ്പെടുന്നത്. വബൈന സഹരി വനഹരി, എന്റെ മടിത്തട്ടിലും എന്റെ നെഞ്ചത്തുമായി കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞത്. വഅന്ന അല്ലാഹ ജമഅ ബൈന റീഖി വറീഖിഹി ഇൻദ മൗതിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്ന ആ വേളയിൽ, ആ സന്ദർഭത്തിൽ എന്റെ ഉമിനീരും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരും കൂടിക്കലർന്നിട്ടാണ് അവിടുന്ന് മരിക്കുന്നത്. നോക്കൂ സഹോദരങ്ങളെ, അവിടത്തേക്കുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അവിടുന്ന് പറഞ്ഞു തരികയാണ്. എന്നിട്ട് പറയുകയാണ് എങ്ങനെയാണ് ഉമിനീരുകൾ തമ്മിൽ ചേർന്നത്. ദഖല അലയ്യ അബ്ദുറഹ്മാൻ വബിയദിഹി അസ്സിവാഖ്. ആരാണ് അബ്ദുറഹ്മാൻ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണ്. അവിടുന്ന് വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ വബിയദിഹി അസ്സിവാഖ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ട്? സിവാക്ക് ഉണ്ട്, അഥവാ നമ്മുടെ പല്ല് ദന്തശുദ്ധീകരണം നടത്താനുള്ള സിവാക്ക്. വഅന മുസ്നിദത്തുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫറഅയ്തുഹു യൻദുറു ഇലൈഹി, ഞാൻ നോക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. വഅറഫ്തു അന്നഹു യുഹിബ്ബു അസ്സിവാക്ക്. നോക്ക്, റസൂലിന്റെ ആ നോട്ടം കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് എന്ത് മനസ്സിലായി? റസൂലിന് അത് ഇഷ്ടമാണെന്ന് മനസ്സിലായി. നോക്കൂ സഹോദരങ്ങളെ, ഒരു നോട്ടത്തിൽ പോലും അവർ തമ്മിലുള്ള ആ സ്നേഹത്തിന്റെ ബന്ധം ആലോചിച്ച് നോക്കൂ. ഒരു നോട്ടം കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് എന്ത് മനസ്സിലാകുകയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിഷ്ടമാണ് എന്ന് മനസ്സിലായപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ, എന്ത് ചെയ്തു? അത് പദം വരുത്തിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് ദന്തശുദ്ധീകരണം നടത്തി കൊടുത്തു. നോക്കൂ സഹോദരങ്ങൾ, എത്ര മനോഹരമാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ, നമ്മുടെ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഭർത്താക്കന്മാർക്ക് എന്താണോ ഇഷ്ടം, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർക്ക് എന്താണോ ഇഷ്ടം, അത് നമ്മൾ പറയുകയും ചെയ്യുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആളാണ്. ചില ആളുകൾ തമാശ എന്നോളം അവർ പറയുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? ഭാര്യയ്ക്ക് ദേഷ്യം പിടിക്കുന്ന കാര്യം, അതല്ല എങ്കിൽ ഭർത്താവിന് ദേഷ്യം പിടിക്കുന്ന കാര്യം. ഇത് ഭയങ്കര തമാശയാണ് എന്നതാണ് ചിലർ ധരിച്ചിരിക്കുന്നത്. ഒരാളെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടുള്ള തമാശ അത് ഇസ്ലാമിൽ പാടില്ലാത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തമാശ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒരാൾക്കും പ്രയാസം തോന്നാറില്ല. തമാശ പറയണം, പക്ഷെ അത് ഏത് രൂപത്തിലാണ്? ഉലമാക്കൾ വിശദീകരിച്ചതായി കാണാം. അത് ഉപ്പ് പോലെ ആയിരിക്കണം. എന്താണ് ഉപ്പിന്റെ പ്രത്യേകത? ഒരു ഭക്ഷണത്തിൽ ഉപ്പ് ധാരാളമായി കഴിഞ്ഞാൽ അത് ഭക്ഷിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഉപ്പില്ലാതിരുന്നാലോ അതിന് സാധിക്കുകയില്ല. ഉലമാക്കൾ അവർ തമാശ പറഞ്ഞിരുന്ന ആളുകളായിരുന്നു. പല ഉലമാക്കളും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരാകട്ടെ മുൻകഴിഞ്ഞ പണ്ഡിതന്മാരാകട്ടെ അവർ തമാശ പറയാറുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ, എല്ലാത്തിലും എന്തുണ്ടായിരിക്കണം? മിതത്വം ഉണ്ടായിരിക്കണം. എല്ലാത്തിലും മിതത്വം ഉണ്ടായിരിക്കണം. മാത്രമല്ല, ആര് തമ്മിലാണ് തമാശകൾ പറയുക? സ്നേഹമുള്ള ആളുകൾ തമ്മിലാണ്. ഉലമാക്കൾ സലഫുകൾ പറഞ്ഞതായി കാണാം, നിന്നോട് തമാശ പറയുക ആരായിരിക്കും? നിന്നോട് സ്നേഹമുള്ള ആളുകളായിരിക്കും. നമ്മളോട് സ്നേഹമുള്ള ആളുകളായിരിക്കും നമ്മളോട് തമാശ പറയുക. അതുകൊണ്ട് ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ തമാശകൾ ഉണ്ടായിരിക്കണം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ, അവർക്ക് ഇഷ്ടമുള്ള തമാശകൾ പറയുക. അവരുടെ മനസ്സ് വേദനിക്കുന്ന അവസ്ഥ അതുണ്ടാകാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ ഇബാദത്തായി പഠിപ്പിച്ച കാര്യമാണ് ഒരു മുഅ്മിനിന്റെ, പൊതുവായി പറയുകയാണ്, ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിലെ പ്രയാസം നീക്കി കൊടുക്കുക എന്നുള്ളത്. ഒരു മുഅ്മിനിന്റെ പ്രയാസം, അവന്റെ മനസ്സിലുള്ള പ്രയാസം നീക്കി കൊടുക്കുക എന്നുള്ളത്. ഒന്നും വേണ്ട, ചില ആളുകൾക്ക് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലൊരു സമാധാനം ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക? അവരോടൊപ്പം ഒന്ന് ഇരിക്കുക, അവരുടെ പ്രയാസം അത് കേൾക്കുക. അതിൽ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ട ആരെയാണ്? നമ്മുടെ ഭാര്യമാരെയാണ്. അവർക്ക് പലതും പറയാനുണ്ടാകും, പല സങ്കടങ്ങളും നമ്മളോട് പറയാനുണ്ടാകും. പക്ഷെ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലാണ് ഇരിക്കുന്നത് എങ്കിൽ അവർക്ക് ഇത് ആരോടാണ് പറയാനുണ്ടാവുക? അതുകൊണ്ട് ഈ ഒരു വിഷയം നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് ഷെയ്ഖ് ഹഫിളഹുല്ലാ 15ാമതായി പറഞ്ഞ കാര്യം. ഭാര്യക്കും ഭർത്താവിനും എന്താണോ ഇഷ്ടം അത് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക? പരിശ്രമിക്കുക. ബറക്കല്ലാഹു ഫീക്കും. പിന്നീട് ഷെയ്ഖ് ഹഫിളഹുല്ലാ 16ാമത്തെ കാര്യമായി പറയുന്നത് അത്തഫത്തുനു ലിതൽബീസാതി ശൈത്താനി വഹിയലിഹി, ശൈത്താന്റെ കുതന്ത്രവും അവന്റെ തെൽബീസും. എന്താണ് തെൽബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അവൻ കൂട്ടിക്കുഴച്ചുകൊണ്ട് ഹക്കും ബാത്തിലും കൂട്ടിക്കുഴക്കുന്നതിനാണ് തെൽബീസ് എന്ന് പൊതുവെ പറയാറുള്ളത്. ആ കാര്യം എന്ത് ചെയ്യുക? നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അത്ഭുതപ്പെടുത്തിയ ഒരു ബാബാണിത്. കാരണം ഷെയ്ഖ് ഹഫിളഹുല്ലാ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്ന കാര്യം,
ഷെയ്ത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മുഅ്മിനീങ്ങൾക്കിടയിൽ, പൊതുവെ മുഅ്മിനീങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാകാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ഒരുത്തനാണ് ഷെയ്ത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവൻ നമ്മൾ തമ്മിൽ നല്ല രൂപത്തിൽ മുന്നോട്ടേക്ക് പോകുന്നത് ഇഷ്ടപ്പെടുന്നില്ല. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ഇന്ന ശൈത്താന ഖദ് ഐസ അൻ യഅബുദഹു അൽ മുസല്ലൂന ഫീ ജസീറത്തിൽ അറബ്. അറേബ്യൻ ഭൂഖണ്ഡത്തിൽ മുസ്ലിമീങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുമെന്ന വിഷയത്തിൽ അവൻ എന്തായിട്ടുണ്ട്? നിരാശനായിട്ടുണ്ട്. അഥവാ അറേബ്യൻ ഭൂഖണ്ഡത്തിൽ എന്ത് സംഭവിക്കുകയില്ല? ശിർക്ക് സംഭവിക്കുന്ന വിഷയത്തിൽ എന്തായിട്ടുണ്ട്? ശൈത്താൻ അവൻ നിരാശനായിട്ടുണ്ട്. പക്ഷേ വലാകിൻ ഫീ തഹ്രീശി ബൈനഹും, അവർക്കിടയിൽ പ്രശ്നമുണ്ടാക്കുന്നതിൽ, കുഴപ്പമുണ്ടാക്കുന്നതിൽ അവൻ നിർഭയനാണ്. അപ്പോൾ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ശേഖ് പറയുകയാണ്, ഇതിലേറ്റവും അവൻ ഉത്സാഹം കാണിക്കുക ആര് തമ്മിൽ തെറ്റാനാണ്? ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റാനാണ്. അവർക്കിടയിൽ പ്രയാസവും പ്രശ്നങ്ങളും തർക്കങ്ങളും അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് വളരെ വലിയ സന്തോഷമാണ്. നോക്കൂ സഹോദരങ്ങളെ, ഈ ഹദീസ് ഓരോ ഭാര്യയും ഭർത്താവും അവരുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ട ഹദീസാണത്. ഏതാണത്? ജാബിർ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഇബ്ലീസ യളഉ അർശഹു അലൽ മാ. ഇബ്ലീസിന്റെ അർശ് എവിടെയാണുള്ളത്? വെള്ളത്തിലാണ്. അവൻ വെള്ളത്തിലാണുള്ളത്. സുമ്മ യബ്അസു സറായാഹു, എന്നിട്ട് അവന്റെ സൈന്യത്തെ അവൻ എന്ത് ചെയ്യും? ഓരോ നാടുകളിലേക്കും ഓരോ സ്ഥലങ്ങളിലേക്കും അയക്കും. ഫഅദ്നാഹു മിൻഹു മൻസിലതൻ, അവന്റെ അടുക്കൽ ഏറ്റവും അടുത്ത സ്ഥാനം ആർക്കാണ്? അഅ്ലമുഹും ഫിത്ന, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഫിത്ന ആരാണ് ഉണ്ടാക്കിയത്? അവനായിരിക്കും ഷെയ്ത്താന്റെ അടുക്കൽ ഏറ്റവും വലിയ സ്ഥാനമുണ്ടാവുക, ഏറ്റവും വലിയ സ്ഥാനമുണ്ടാവുക. യജീഉ അഹദുഹും ഫയഖൂലു ഫഅൽതു കദാ വകദാ, എന്നിട്ട് ഓരോ ഷെയ്ത്താൻ, ഇവൻ അയച്ച ഓരോ ചെറിയ ഷെയ്ത്താനുകൾ വന്നുകൊണ്ട് ഈ വലിയ ഷെയ്ത്താനോട് പറയും, ഫഅൽതു കദാ ഫഅൽതു കദാ, ഞാൻ ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഫയഖൂൽ മാ സനഅത ഷൈഅ, നീ ഒന്നും ചെയ്തിട്ടില്ല. അഥവാ പല ആളുകളെയും വ്യഭിചരിപ്പിച്ചിട്ടുണ്ട്, പല ആളുകളെയും കള്ളു കുടിപ്പിച്ചിട്ടുണ്ട്, പല ആളുകളെയും ഓരോ തിന്മകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഈ ശൈത്താൻ എന്താ പറയുക? മാ സനഅത ഷൈഅ, നീ എന്ത് ചെയ്തിട്ടില്ല? ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഖാല സുമ്മ യജീഉ അഹദുഹും യഖൂൽ ഫയഖൂൽ മാ തറക്തുഹു ഹത്താ ഫറഖ്തു ബൈനഹു വബൈന ഇംറഅതിഹി, ഞാൻ ഒരുവൻ എന്ത് ചെയ്തിട്ടില്ല? ഉപേക്ഷിച്ചിട്ടില്ല, അവനും അവന്റെ ഭാര്യയും തമ്മിൽ വേർപിരിയുന്നത് വരെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്കൂ. അപ്പൊ ശൈത്താൻ എന്താ ചെയ്യാ? ഖാല ഫയുദ്നീഹി മിൻഹു വയഖൂൽ നിഅമ അൻത, ആ ശൈത്താൻ പറയുമെന്നാണ് എന്ത്? അവനെ അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് പറയും, നിഅമ അൻത, നീ എത്ര നല്ലവനാണ് എന്ന്. അപ്പൊ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ശൈത്താൻ അവൻ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തെറ്റുന്നത് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഈ ഹദീസ് നമ്മുടെ മനസ്സിൽ നമ്മൾ കുത്തിവെക്കണം. ഓരോ ഭാര്യമാരും ഭർത്താക്കന്മാരും ഭാര്യമാരോട് എന്തെങ്കിലും തർക്കത്തിൽ ഏർപ്പെടുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഹദീസ് അവന്റെ കൺമുന്നിൽ അവൻ എന്ത് ചെയ്യട്ടെ? കൊണ്ടുവരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയം എന്തെന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ളതാണ്. അഥവാ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു ഗൗരവമുള്ള കാര്യം, സുബ്ഹാനല്ലാഹ്, ഇത് വായിച്ചപ്പോൾ അത്ഭുതം തോന്നി. എന്താണത്? ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് കൊണ്ടുവരികയാണ്, വഖദ് ബവ്വബൽ ബുഖാരി ഫിൽ അദബിൽ മുഫ്രദ്, ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ അൽ അദബുൽ മുഫ്രദിൽ ഒരു തലക്കെട്ടോട് കൂടി കൊണ്ടുവന്ന കാര്യം, ബാബുൻ അശ്ശൈത്താനു യജീഉ ബിൽ ഊദി വശൈഇ യത്റഹു അലൽ ഫിറാശ്. സുബ്ഹാനല്ലാഹ്, എന്താണത്? ശൈത്താൻ എന്ത് ചെയ്യുമെന്നാൽ, ആ തലക്കെട്ട് എന്തെന്നാൽ, ശൈത്താൻ ചില കമ്പുകളും അതുപോലെ തന്നെ മാലിന്യങ്ങളും പൊടികളും ഒക്കെ എന്ത് ചെയ്യും? യത്റഹു അലൽ ഫിറാശ്, അവൻ കിടപ്പറയിൽ വന്ന് കൊണ്ടിടും. എന്തിനാണത്? എന്നിട്ട് ഹദീസ് കൊണ്ടുവരികയാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്. അദ്ദേഹം ഹദീസ് കൊണ്ടുവരികയാണ്. എന്താണ് ആ ഹദീസ്? ഇന്ന ശൈത്താന യഅതി ഇലാ ഫിറാശി അഹദികും ബഅദമാ യഫ്റുശുഹു അഹ്ലുഹു വയുഹയ്യിഊന. എന്ത് ചെയ്യും? അവിടുത്തെ ഒരു ഭർത്താവിന്റെ വീട്ടിലെ കിടപ്പറ ഭാര്യ എന്ത് ചെയ്യും? നല്ല രൂപത്തിൽ ആ പൊടിയും ഒക്കെ മാറ്റി നല്ല രൂപത്തിൽ വൃത്തിയിൽ കാത്തു സൂക്ഷിച്ച ആ സമയത്ത് കിടക്കാൻ പോകുന്ന വേളയിൽ എന്തൊക്കെ കാണാൻ സാധിക്കും? ശൈത്താൻ വന്നുകൊണ്ട് കമ്പും മുള്ളും കൊണ്ടുവിടുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തിനു വേണ്ടിയാണത്? തമ്മിൽ തെറ്റാൻ. ഭർത്താവ് എന്താ പറയും? നിനക്കെന്താ അന്തയില്ലേ? നമ്മൾ കിടക്കാൻ പോകുന്ന ഈ സ്ഥലത്താണോ ഇത് വൃത്തിയാക്കണ്ടേ എന്ന രൂപത്തിൽ ചോദിക്കാൻ, തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ, തമ്മിൽ കുതർക്കങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ശൈത്താൻ എന്ത് ചെയ്യുന്നതാണ്? പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള സാധനങ്ങൾ വന്ന് കൊണ്ടിടുമെന്നാണ്. എന്നിട്ട് പറയുകയാണ്,
എന്തിനു വേണ്ടി കുഴപ്പങ്ങൾ ഉണ്ടാകാൻ. ഫൈദാ വജദ ദാലിക ഫലാ യഗ്ളബ് അലാ അഹ്ലിഹി. നിങ്ങൾ ഈ രൂപത്തിൽ എന്തെങ്കിലും കാണുകയാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ കയർക്കാനോ കോപിക്കാനോ പാടില്ല എന്ന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ദേഹത്തിലേക്ക് സ്ഥിരപ്പെട്ട ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ സഹോദരങ്ങളെ, വിഷയത്തിന്റെ ഗൗരവം. ശൈത്താൻ കളിക്കുന്നതാണല്ലേ. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് ചില വസ്ത്രങ്ങൾ എന്ത് ചെയ്യും, ഭാര്യമാരോട് അലക്കാനോ മറ്റോ ആവശ്യപ്പെടും. അവർ നല്ല രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, അലക്കിയിട്ടുണ്ടാവും. രാവിലെ നോക്കുമ്പോൾ ഒരുപക്ഷെ അതിന്റെ മേലെ വല്ല കറയോ മറ്റോ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. വളരെ എന്താ പറയാ, വളരെ കഠിനമായ രൂപത്തിലുള്ള പ്രശ്നങ്ങളും തർക്കങ്ങളും ശൈത്താൻ കളിച്ചതാണത്. നമ്മുടെ മനസ്സിൽ ഒരു കാര്യം നമ്മൾ കൊണ്ടുവരേണ്ടത് എന്തെന്നാൽ, വളരെ നല്ലൊരു അദബാണ് എന്ത്, തഗാഫുൽ എന്ന് പറയും. എന്താണ് തഗാഫുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടില്ല എന്ന് നടക്കുക. എല്ലാത്തിനും നമ്മൾ കയറി പ്രതികരിച്ചു കഴിഞ്ഞാൽ ജീവിതം വളരെ ബോറായിരിക്കും, യാതൊരു സംശയമില്ല. ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടില്ല എന്ന് നടിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പല കാര്യങ്ങൾ എന്ത് ചെയ്യാറാണ് പതിവ്, കണ്ടില്ല എന്ന് നടിക്കാറാണ് പതിവ്. അത് ദുന്യവിപരമായ പോരായ്മകൾ, മനുഷ്യന്മാരാണ്, പോരായ്മകൾ ഉണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ ഭക്ഷണത്തിന്റെ പാത്രം തട്ടിയിട്ടപ്പോൾ അവിടുന്ന് എന്താണ് ചെയ്തത്, ഒന്നും പറഞ്ഞില്ല. അവിടെ പറഞ്ഞു, നിങ്ങളുടെ ഉമ്മ കുറച്ച് ദേഷ്യത്തിലാണ് എന്ന രൂപത്തിലുള്ള ഒരു സംസാരം മാത്രം ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ഒരു വിഷയം നമ്മൾ ഭർത്താക്കന്മാരും ഭാര്യമാരും എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ച ഒരു ദുആയാണ് എന്ത്, നമ്മൾ ഭാര്യയുമായി. ഇവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അമാ ഇന്ന അഹദുക്കും ഇദാ അതാ അഹ്ലഹു, തന്റെ ഭാര്യയെ സമീപിക്കുമ്പോൾ, ബന്ധപ്പെടുമ്പോൾ അവൻ പറഞ്ഞുകൊള്ളട്ടെ, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബന ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖനാ. അല്ലാഹുവേ, ശൈത്താനെ നമുക്കുണ്ടാകുന്നതിൽ നിന്ന് നീ വിദൂരമാക്കണമേ. അങ്ങനെ ഫറുസിഖ വലദൻ ലം യളുറഹു ശൈത്താൻ, അങ്ങനെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ആ ശൈത്താൻ എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, അവനിക്ക് പ്രയാസമുണ്ടാക്കാൻ സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്, തമ്മിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഒരു ഹദീസും ഈ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നീട് ഷെയ്ഖ് ഹഫിളഹുല്ല അദ്ദേഹം കൊണ്ടുവരുന്ന മറ്റൊരു അടിസ്ഥാനം എന്തെന്നാൽ, എന്താണ് സഹോദരങ്ങളെ, അൽ അസ്ലു സാബി അശർ, 17ാമത്തെ അടിസ്ഥാനമായി അവിടുന്ന് പറയുന്നത്, ഇഗ്ലാഖുൽ മജാലി അമാമൽ മുഖബ്ബിബീനൽ മുഫ്സിദീൻ. നമ്മളുടെ നമ്മുടെ കുഴപ്പങ്ങൾ ആഗ്രഹിക്കുന്ന, തമ്മിൽ തെറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഭാര്യ ഭർത്തൃ ജീവിതത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. ചില ആളുകൾ എന്തിഷ്ടപ്പെടുന്ന ആളുകളാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അത് വ്യക്തമാണ് എന്നാണ് ഷെയ്ഖ് ഹഫിളഹുല്ല പറയുന്നത്. ചില ആളുകൾ എന്താണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റാൻ ആഗ്രഹിക്കും. എന്തിനു വേണ്ടിയാണത്, അവർ തമ്മിൽ തെറ്റാൻ, പിന്നീട് അവർ തെറ്റിക്കഴിഞ്ഞാൽ അവൻക്ക് എന്ത് ചെയ്യണം, അവളെ വിവാഹം ചെയ്യണം എന്ന രീതിയിൽ നടക്കുന്ന ആളുകളുണ്ട് എന്ന് ഷെയ്ഖ് ഹഫിളഹുല്ല പറയുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയുള്ള ആളുകളെ പറ്റി വളരെ വലിയ താക്കീതാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്, ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമ്മിൽപ്പെട്ടവനല്ല. മൻ ഖബ്ബബ ഇംറഅതൻ അലാ സൗജിഹ, ഖബ്ബബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭർത്താവിന്റെ ന്യൂനത പോയിട്ട് ഭാര്യമാരോട് പറയുക. ഭർത്താവിന്റെ ന്യൂനത, അവർക്കുള്ള പോരായ്മകൾ ഭാര്യയോട് പറയും. നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ, അയാൾ ആളത്ര ശരിയല്ല, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് അയാൾ ഇന്നതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ നടന്ന കാര്യമായിരിക്കൂല, മറിച്ച് ഇതെന്തിനു വേണ്ടിയിട്ടാണ്, ഒന്നുകിൽ അവർ തമ്മിൽ തെറ്റണം, എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് ഇവരും തെറ്റിയാൽ എന്താണ്, റാഹത്താണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതല്ലെങ്കിൽ ഇവള് തെറ്റിക്കഴിഞ്ഞാൽ എന്താണ്, എനിക്ക് പോയി വിവാഹം ചെയ്യാം എന്ന രൂപത്തിൽ. ഷെയ്ഖ് ഹഫിളഹുല്ല അവിടുന്ന് പറയുകയാണ്, എന്താണ് ഖിദാഉം ഇഫ്സാദും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യുദ്കറ മസാവിയ സൗജി ഇൻദ ഇംറഅതിഹി ഔ മഹാസിന അജ്നബിയിൻ ഇൻദഹ. രണ്ട് രൂപത്തിലാണ്. ഒന്ന്, സ്വന്തം ഭർത്താവിന്റെ പോരായ്മകൾ ഭാര്യയോട് പോയി പറഞ്ഞു കൊടുക്കുക, അവൻ ഇന്ന പ്രശ്നമുണ്ട്. ഏത് ദുന്യവിപരമായ പോരായ്മകൾ ഉണ്ടാവില്ല, മനുഷ്യന്മാരാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഭർത്താക്കന്മാരാണ്, മനുഷ്യന്മാരാണ്, മലായിക്കത്തുകളല്ല. ഇത് ഭാര്യമാർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നേരെ തിരിച്ചും തെറ്റുകൾ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുന്നല്ലേ. എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു ബനി ആദമ ഖത്താഉൻ എന്നാണ് പറഞ്ഞത്. എന്താണ് ഖത്താഇന്റെ അർത്ഥം, ധാരാളം അബദ്ധങ്ങൾ. ഫഅൽ വസ്നാണ്,
നമ്മൾ അറബി പഠിക്കുന്നത് കൊണ്ട് പറയുന്നതാണ്. ഫഅല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ധാരാളം തെറ്റുകൾ സംഭവിക്കുന്ന ആളുകൾ എന്നാണ്. അപ്പൊ മനുഷ്യന്റെ ഒരു പ്രകൃതത്തിലുള്ള കാര്യമാണ്. അപ്പൊ ആ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെ നമ്മൾ കയറി മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നേരെ ഉണ്ടാവും. മാത്രമല്ല ഇവിടെ പറയുകയാണ്, ഒരു ഭർത്താവിന്റെ ന്യൂനത പോയിട്ട് ഭാര്യയോട് പറഞ്ഞു കൊടുക്കുക. അതല്ല എങ്കിൽ ഔ മഹാസിന അജ്നബിയൻ ഇൻദഹ, വേറൊരുത്തന്റെ നന്മകൾ പോയിട്ട് എന്ത് ചെയ്യാം, ഭാര്യയോട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഭാര്യക്ക് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, എന്റെ ഭർത്താവ് ഇങ്ങനെ ആയി പോയല്ലോ. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില ആളുകൾ പറയുന്നതായി കേട്ടിട്ടുണ്ട്. എന്താണ്, ചില ആളുകൾ ചെയ്യുന്ന കാര്യം പോയിട്ട് വേറൊരു ഭാര്യയോട് പറയാം, എന്റെ ഭർത്താവ് ഇങ്ങനെ നല്ല രൂപത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് എന്ന് പറയുമ്പോൾ ഈ ഭാര്യയുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക, കണ്ടില്ലേ അപ്പുറത്തെ വീട്ടിലെ ഭർത്താവ് നല്ല രൂപത്തിൽ ഭാര്യയെ സഹായിക്കുന്ന ആളാണ്, എന്റെ ഭർത്താവ് അത്ര ഇങ്ങനെ. തമ്മിൽ തെറ്റാൻ തുടങ്ങും. എന്തെങ്കിലും പ്രശ്നം വന്ന ഭാര്യ ആദ്യം എന്താ നോക്കുക, അവരെ കണ്ടു പഠിക്കും എന്ന് പറയുന്ന ഭാര്യമാരുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഈ രൂപത്തിലുള്ള ഫിത്നയുമായി വരുന്ന ആളുകളാണ് എങ്കിൽ നമ്മുടെ സലാമത്തിന് ഏറ്റവും നല്ല എന്താ, അങ്ങനെയുള്ള ആളുകൾ വീട്ടിൽ കയറ്റാണ്ടിരിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ നമ്മളെ സഹിക്കാനുണ്ടാവും, വേറൊരാൾ വന്ന് നമ്മളുടെ പ്രയാസങ്ങൾക്ക് പങ്കുചേരാനുണ്ടാവുകയില്ല. അതുകൊണ്ട് നമുക്ക് മനസമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ, അഥവാ തമ്മിൽ തെറ്റണം, ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ അടുപ്പിക്കാതിരിക്കാം. അതല്ലാതെ നമുക്ക് അവരെ നമ്മളെ അടുപ്പിച്ചതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഫായത ഉണ്ടാവില്ല. ഇവര് വൈകുന്നേരങ്ങളിൽ വരും, ചായ കുടിക്കാനെന്ന് പറഞ്ഞ് വരും, എന്നിട്ട് പറയുന്നത് എന്തായിരിക്കും, എന്റെ ഭർത്താവ് അല്ലെങ്കിൽ ഇന്ന ആളെ ഭർത്താവിനെ കണ്ടില്ല, നല്ല സ്വഭാവമാണ്, പക്ഷെ നമ്മളെ ഭർത്താവ് എന്താ അവസ്ഥ, നമ്മൾ ഇവരേക്ക് നോക്കുന്നില്ല. എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഈ പറയുന്ന കാര്യം റബ്ബിനോട് പറഞ്ഞ റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, ഭർത്താക്കന്മാരെ നന്നാക്കും. റബ്ബിനോട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ, അള്ളാഹുവേ എന്റെ ഭർത്താവിന് നിന്ന് പോരായ്മകളുണ്ട്, അത് നീ മാറ്റി കൊടുക്കണേ. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ മനസ്സിലാക്കി എന്ത് ചെയ്യുക, അവരിൽ നിന്ന് വിട്ടുനിൽക്കുക. എന്നിട്ട് ഷെയ്ഖ് ഹഫിളഹുല്ലാ പറയുന്ന പ്രത്യേകമായ ഒരു കാര്യം, ഒരുപക്ഷെ ഈ ഭർത്താവിന്റെ പോരായ്മകൾ പറഞ്ഞു തരാൻ ആരായിരിക്കും, സ്വന്തം ഉപ്പയും ഉമ്മയും പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുണ്ട്. ചില ആളുകൾക്ക് അങ്ങനെയാണ്, സ്വന്തം ഉപ്പയും ഉമ്മയും മകളുടെ ഭർത്താവിനെ പറ്റി എന്ത് ചെയ്യും, പോരായ്മകൾ പറഞ്ഞു കൊടുക്കും. ഇത് ആരുടെ ജീവിതമാണ് തൊലയാൻ പോകുന്നത്, സ്വന്തം മകളുടേതാണ്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് തൊലാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ എന്തോ ഒരു തെറ്റ് സംഭവിച്ചിട്ട് ഒഴിവായതുപോലെയാണ്. ചില ആളുകൾ എന്ത് ചെയ്യേണ്ടി വരും, ചില ഭർത്താക്കന്മാരെ അവരുടെ സൂഉൽ ഖുലുഖ്, മോശമായ സ്വഭാവം കൊണ്ട്, ചിലപ്പോൾ മദ്യപിക്കുന്ന ആളുകളുണ്ടാവും, കല്യാണ ശേഷമായിരിക്കും അറിഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ആളുകൾ ഒഴിവായി കഴിഞ്ഞാൽ പിന്നീട് സ്വീകരിക്കാൻ ആളുകൾ എന്ത് ചെയ്യുന്നില്ല, മുന്നോട്ടേക്ക് വരുന്നില്ല. തൊലാഖാണല്ലേ, എന്തോ ഒരു തെറ്റ് ചെയ്തതുപോലെ ആ ഒരു പ്രകൃതം അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. എത്രയോ ആളുകൾ വിവാഹം ചെയ്യാൻ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ഈ രൂപത്തിലുള്ളത് കൊണ്ട്. പറഞ്ഞു വന്നത്, ചില സഹോദരന്മാർ എന്ത് ചെയ്യും, പെങ്ങളുടെ ഭർത്താവിനെ കുറിച്ചിട്ട് മോശമായ രൂപത്തിൽ പറഞ്ഞു കൊടുക്കും. ഷെയ്ഖ് പറയാണ്, ഇത് വലിയൊരു പാതകമാണ്. അതുകൊണ്ട് നമ്മൾ നസീഹത്ത് സ്വീകരിക്കേണ്ടത്, നമ്മളുടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകൾ അവർ നിങ്ങളോട് തരുന്ന നസീഹത്ത് എന്ത് ചെയ്യുക, അത് മിക്കവാറും എന്തായിരിക്കും, തമ്മിൽ അടുക്കാനുള്ളതായിരിക്കും. കാരണം നോക്ക്, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ എന്താണ്, ശൈത്താൻ എന്തിന് ഇഷ്ടപ്പെടുന്നതാണ്, ഫുർഖത്തിന് ഇഷ്ടപ്പെടുന്നതാണ്. ചില ആളുകളോട് സുബ്ഹാനല്ലാഹ് സംസാരിച്ച് കഴിഞ്ഞാൽ പറയും, ഒരു നിലക്കും ഒരു ഇസ്ലാഹിനോ അല്ലെങ്കിൽ തമ്മിലൊക്കണമോ എന്നുള്ള രൂപത്തിൽ സംസാരിക്കാതെ നീ ഒഴിവാക്കിക്കുക, നമുക്ക് വേറെ നോക്കാലോ എന്ന് പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഭാവം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അഥവാ നമ്മളുടെ തോൽവിയും നമ്മളുടെ പ്രയാസങ്ങളും ആഗ്രഹിക്കുന്ന ആളുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പല കാര്യങ്ങളും മറച്ചു വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, വല്ല പ്രയാസങ്ങളും മറ്റുമുണ്ടെങ്കിൽ അത് റബ്ബിനോട് പറയുക. റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ അഹ്വാലുകൾ നന്നാക്കുന്നത്. ഈ ഒരു ഭാവം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ഷെയ്ഖ് ഹഫിളഹുല്ലാ 18ാമത്തെ ബാബിൽ പറയുന്ന കാര്യം, അൽ അസ്ലു അസ്സാമിന അശർ, 18ാമത്തെ അടിസ്ഥാനം, മുറാഅത്തുൽ മശാഇരി ബൈന സൗജൈൻ, ഭാര്യയുടെയും ഭർത്താവിന്റെയും ഫീലിങ്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവരുടെ അവസ്ഥ എന്താണ്, ഇപ്പോൾ കോപിച്ച അവസ്ഥയിലാണോ അതല്ല നല്ല മൂഡിലാണോ ഉള്ളത് എന്നത് പരിഗണിക്കണം. ഇൻഷാ അല്ലാഹ് ഇവിടെ നോക്ക്, ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത്, അവിടുന്ന് പറഞ്ഞു തരാണ്. അൽഹംദുലില്ലാഹ്, എത്ര ഹദീസുകളാണല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യ ജീവിതത്തിലെ സ്വഭാവത്തിനെ പറ്റി പറയുന്നത്. നമുക്ക് ആരാണ്, ആയിഷ റളിയല്ലാഹു അൻഹാ. ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ പറയുന്നത് ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയെ പ്രയാസപ്പെടുത്തിയെന്നാണ്. പക്ഷെ നോക്കൂ സഹോദരങ്ങളെ, എത്ര ഹദീസുകളാണ്
ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിനെ പറ്റി പറയുന്നത്. അവിടുന്ന് അത്രയും സ്നേഹിച്ചിരുന്നു, അവിടുന്ന് അത്രയും ഇഷ്ടമായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയിച്ചു തരുന്ന എത്ര ഹദീസുകളാണ്. അവിടുന്ന് പറയുകയാണ്, ഒരു ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം എന്തെന്നാൽ, നമ്മളായിട്ട് തെറ്റിക്കുന്ന ആളുടെ കാര്യം നമ്മൾ ധാരാളമായിട്ട് ആളുകളോട് പറയുമോ? അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തിയ ഒരാളെ പറ്റി നമ്മൾ ആരോടെങ്കിലും പറയാൻ ഇഷ്ടപ്പെടുവോ? പൊതുവെ പറയപ്പെടാറുണ്ട്, നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ദിക്റുകൾ നമ്മൾ വർദ്ധിപ്പിക്കുമെന്നാണ്. അതുകൊണ്ടാണ് സലഫുകൾ അള്ളാഹുവിന്റെ അധികാർ ദിക്റുകൾ എന്ത് ചെയ്തത്? വർദ്ധിപ്പിച്ചത്. നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകളെ പറ്റി നമ്മളൊരു സദസ്സിൽ പോയാൽ ഇന്നയാളുണ്ടല്ലോ അവന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ നോക്ക്, ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുകയാണ്. ഒരു ദിവസം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഇന്നി ലാ അഅലമു ഇദാ കുൻതി അന്നി റാളിയതൻ വഇദാ കുൻതി അലയ്യ ഗദ്ബാ. നീ എന്നെ പറ്റി തൃപ്തി ഉള്ള അവസ്ഥയിലാണ് എന്നതും നീ എന്നെ പറ്റി കോപിച്ച അവസ്ഥയിലാണ് ഉള്ളത് എന്നും എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. നോക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭാര്യയുടെ ഫീലിങ്സ് അറിയാമായിരുന്നു. അവിടുന്ന് പറയാണ്, നീ എന്നെ പറ്റി തൃപ്തിയുള്ള അവസ്ഥയിലാണ് എന്നത് എനിക്ക് അറിയാൻ പറ്റും, അതുപോലെ തന്നെ എന്നെ പറ്റി കോപിച്ച അവസ്ഥയിലാണ് എന്നത് എനിക്ക് അറിയാൻ പറ്റും. ഖാലത്ത് ഫഖുൽതു മിൻ ഐന തഅരിഫു ദാലിക്. അല്ലേ റസൂലേ, അങ്ങക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നത്? ഞാൻ ദേഷ്യത്തിലാണ് അതല്ല ഞാൻ നല്ല മൂഡിലാണ് എന്നത് അങ്ങേക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? فقال أما إذا كنت عني راضية فإنك تقولين لا ورب محمد صلى الله عليه وسلم. അങ്ങനെ പറ്റി വളരെ തൃപ്തിയുള്ള അവസ്ഥയിലാണ് അവൻ നിങ്ങൾ, അഥവാ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, നിങ്ങൾ എന്നെ പറ്റി നല്ല റാലിയത്തായ അവസ്ഥയിലാണെങ്കിൽ, തൃപ്തിയുള്ള അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ സത്യം ചെയ്യുമ്പോൾ എന്താ പറയാണ്? വറബ്ബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിന്റെ റബ്ബ് അവൻ തന്നെ സത്യം എന്ന് പറയും. അഥവാ റസൂലിന്റെ പേര് ചേർത്തിക്കൊണ്ട് എന്ത് ചെയ്യും? പറയും. അത് റസൂലിനോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്നാൽ വൈദാ കുൻതി ഗൾബാ ഖുൽതി ലാ റബ്ബി ഇബ്രാഹിം. നോക്ക്, എന്നോട് ദേഷ്യത്തിലാണ് എങ്കിൽ എന്താ ചെയ്യുക? അല്ല, ഇബ്രാഹിമിന്റെ റബ്ബ് തന്നെ സത്യമെന്ന് അങ്ങ് പറയും, ആയിഷ നീ പറയുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. നോക്കൂ, ഭാര്യ ദേഷ്യത്തിലാണ് അതുപോലെ തന്നെ തൃപ്തിയിലാണ് എന്ന് വാക്കുകൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സ്ത്രീകൾക്ക് പൊതുവെ ചില സമയങ്ങളിൽ എന്താണ്, ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നേരങ്ങളുണ്ട്. ആ സമയം നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഹൈലിന്റെ സമയം. അവരെന്താണ്, വളരെ താപാനത്തായിരിക്കും, അഥവാ ദുർബലാവസ്ഥയിലായിരിക്കും. അവർ പ്രത്യേകിച്ച് നല്ലൊരു മൂഡിലായിരിക്കുകയില്ല. ആ സമയത്ത് പോയിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന തമാശ പറഞ്ഞാൽ ശരിയാവും? ഒരിക്കലും ഇല്ല. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു സന്ദർഭമാണ് ഗർഭ ധരിക്കുന്ന സമയം. ആ സമയത്ത് സുബ്ഹാനല്ലാഹ് ചില ആളുകൾ ആദ്യഘട്ടത്തിലൊക്കെ വളരെ പ്രയാസത്തിലായിരിക്കും. കാരണം എന്തെന്നാൽ അത്രയും അടുത്ത് നിൽക്കുന്ന ആളുകൾ ഒരു സമയത്ത് എന്ത് ചെയ്യാണ്, പെട്ടെന്ന് വേർപിരിഞ്ഞ് നിൽക്കേണ്ട അവസ്ഥ വരും. എന്താണ് കാരണം? ചില ഭാര്യമാർക്ക്, എല്ലാവർക്കും അല്ല, ചില ഭാര്യമാർക്ക് ഭർത്താവിന്റെ സ്മെല്ല് അടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അവർ ഛർദ്ദിക്കാൻ തുടങ്ങും. ഇത് പൊതുവെ അനുഭവമുള്ള ആളുകളുണ്ടാവും, ഇവിടെ തന്നെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ എന്താണ്, അവർ നമ്മളെ വിട്ടു നിൽക്കാൻ തുടങ്ങും. സുബ്ഹാനല്ലാഹ്, ഒരു സഹോദരൻ ഇങ്ങനെ ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിലായിരുന്നു. പിന്നീട് എന്തുണ്ടായി? ഈ രൂപത്തിൽ ഗർഭാവസ്ഥ ഉണ്ടായപ്പോൾ ഭാര്യ പിന്നീട് കുറച്ച് വിദൂരത്താക്കാൻ തുടങ്ങിയപ്പോൾ ആകെ പ്രയാസത്തിൽ വന്ന് സംസാരിക്കുകയുണ്ടായി. അപ്പൊ അവർക്ക് ഈ വിഷയം അറിയില്ല. അഥവാ ചില സ്മെല്ലുകൾ, അതുപോലെ തന്നെ ഈ ഭർത്താവിന്റെ സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഭാര്യയ്ക്ക് ഛർദ്ദി വരും. ഛർദ്ദിച്ചാൽ സ്വാഭാവികമായിട്ട് നല്ല മൂഡിലായിരിക്കില്ലല്ലോ, അപ്പൊ സംസാരങ്ങൾ വരും. സ്വാഭാവികമായിട്ട് അത് നമ്മൾ പരിഗണിക്കണം. അതല്ല എങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല, പെട്ടെന്നായിരിക്കും ത്വലാഖ് നടക്കുക. രണ്ടാളെന്തായിരിക്കും, ഇവളെൻ്റെ ഇത്രയും കാലം ഒപ്പരം കൂടെ ഉണ്ടായിട്ട് പെട്ടെന്ന് ഒരു സന്നങ്ങ് ഒഴിവാക്കാണ് എന്ന ചിന്ത ഭർത്താവിനും, ഈ ഒരു അവസ്ഥക്ക് കാരണക്കാരൻ ഭർത്താവാണെന്ന് ഭാര്യ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവൂല, മുന്നോട്ടേക്ക് കാര്യം നീങ്ങുകയില്ല. അതുകൊണ്ട് ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇത് നമ്മൾ അടിവരട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ആരും ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. കല്യാണം കഴിഞ്ഞാൽ പിന്നെ സ്വർഗീയ ജീവിതമാണ്, അതല്ല ഉദ്ദേശിച്ചത്. റൂഹിനെന്താണ് യാതൊരു സംശയമില്ല. പക്ഷേ ചില പ്രയാസഘട്ടങ്ങൾ എന്തുണ്ടാവും? നമ്മളെ മുന്നിലുണ്ടാവും. നമ്മുടെ ജീവിതം പോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ എന്താണ്, പ്രയാസങ്ങൾ വരും. സ്വർഗത്തിലെത്തിയാലല്ലാതെ ഏറ്റവും മനോഹരമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കുകയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് ശേഖ് ഇവിടെ പറയുകയാണ്, ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ബുദ്ധിയുള്ള ആളുകൾക്കാണ് അത് മനസ്സിലാകുക.
അത് നമ്മൾ പൊതുവെയും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഏത് ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ പ്രത്യേകിച്ചും പൊതുവെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമായ കാര്യമാണ്. ഓരോ ആളുകളുടെ ഹാല് മനസ്സിലാക്കിയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അവരോട് സംസാരിക്കേണ്ടത്. ഇനി എന്തെങ്കിലും അവർ ആ ഒരു സമയത്ത് നമ്മളോട് പ്രത്യേകിച്ച് ചൂടാകുകയോ മറ്റോ ചെയ്താൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളുടെ മനോഭാവം എന്തായിരിക്കണം, വിട്ടുവീഴ്ചയായിരിക്കണം. ആളുകളാണ് നമ്മുടെ അടുത്ത് ഒന്ന് പറയാണ് പറ്റിപ്പോയതാണ്, ആ സാഹചര്യത്തിൽ പറ്റിയതാണ്, എന്ത് ചെയ്യുക, പുറത്തു കൊടുക്കുക. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നില്ല, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഏത് സന്ദർഭത്തിലാണ്? ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി ചില ആളുകൾ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞ സംഭവം നമുക്കറിയാം, ഹാദിസത്തുൽ ഇഫ്ക്. ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ത് ചെയ്യാറുള്ളത്, അവർക്ക് ചെലവിന് കൊടുക്കാറുള്ളത്. അവരും എന്തു പറഞ്ഞിരുന്നു, ഈ രൂപത്തിലുള്ള സംസാരിച്ചിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ ചാരിത്ര വിശുദ്ധി റബ്ബ് സുബ്ഹാനഹു വ തആല ഏഴാൻ ആകാശത്ത് വെച്ച് തെളിയിച്ച നേരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, ഞാൻ ഇനി ഇവന് ചെലവിന് കൊടുക്കില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണ്, സ്വന്തം മകളാണ്, മകളെ പറ്റി ആരോപണം പറഞ്ഞു നടന്ന ആളാണ്, ഞാൻ എന്ത് ചെയ്യില്ല, ഇനി ഇവന് ചെലവിന് കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു അടിമ, അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു കാണിക്കുന്ന കാരുണ്യം നോക്കൂ. അവിടുന്ന് പറയുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഫളിലുള്ള ആളുകൾ, അങ്ങനെ തന്നെയാണ് ആയത്തിന്റെ അർത്ഥം, അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചത്. ഫളിലുള്ള ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ രൂപത്തിലുള്ള കാര്യം ചെയ്യാൻ പാടില്ല. എന്നിട്ട് പറയാണ്, അലാ തുഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ എന്ന് ചോദിക്കുകയാണ്. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ആളുകളുടെ സന്ദർഭവും സാഹചര്യവും അനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇടപെടേണ്ടത്. പ്രത്യേകിച്ചും ദാമ്പത്യ ജീവിതത്തിൽ നമ്മുടെ ഭാര്യമാരുടെ അവസ്ഥ എന്താണ്, അവരിപ്പോൾ ഇന്ന കാര്യത്തിന് റെഡിയാണോ? ചില ആളുകൾ എന്ത് ചെയ്യാം, പുറത്തു പോകാൻ തീരുമാനിക്കും. പക്ഷെ എന്താണ്, സ്വാഭാവികമായിട്ട് ഭർത്താവ്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭാര്യമാർക്ക് മാത്രമല്ല കേട്ടോ, ഭർത്താക്കന്മാരുടെ ഹാല് ഭാര്യമാരും മനസ്സിലാക്കണം. ചില ആളുകൾ എന്തായിരിക്കും, ഭർത്താവ് ജോലി ക്ഷീണം കഴിഞ്ഞ് വീട്ടിൽ കയറി കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്ക് പോവാം, ഇങ്ങടുത്ത് പോവാം. ഭർത്താവിന്റെ ഹാല് മനസ്സിലാക്കണം ഭാര്യമാർ. അവർ ജോലി ചെയ്ത് വന്നതാണ്, ക്ഷീണിതനാണ്, അവർക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ തൗഫീക്ക് ലഭിച്ച ആളുകൾക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. റബ്ബ് സുബ്ഹാനഹു വ തആല അപാരമായ തൗഫീക്ക് നൽകിയ ആളുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഈ രൂപത്തിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞ ബാബ് എന്തായിരുന്നു, വീട്ടുകാരോടായിരിക്കണം നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറേണ്ടത് എന്ന്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഭാര്യമാരോടും വീട്ടുകാരോടും ഏറ്റവും നന്നായി പെരുമാറിയിരുന്ന ആളായിരുന്നു. പൊതുവെ പറയാറുള്ള കാര്യമാണ്, നമുക്ക് 1-2 ദിവസം നമ്മോടൊപ്പം നിൽക്കുന്ന ആളോട് ഏറ്റവും നല്ല രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, പെരുമാറാൻ പറ്റും. പക്ഷെ പ്രയാസം എന്താണ്, നമ്മോടൊപ്പം എപ്പോഴുള്ള ആളുകളോട് നല്ല രൂപത്തിൽ പെരുമാറാൻ പറ്റുക എന്നുള്ളതാണ്. പൊതുവെ പറയപ്പെടാറുണ്ട്, ചില ആളുകളുടെ സ്വഭാവം എന്താണ്, ഫിൽ ഖാരിജി അസൽ, പുറത്തെന്തായിരിക്കും, തേനിന്റെ സ്വഭാവമായിരിക്കും. ആളുകളെ കണ്ടാൽ വളരെ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ ആളുകളോട് സലാം പറഞ്ഞുകൊണ്ട് തേനൊലിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ. ഫിദ്ദാഖിലി ബസൽ, എന്താ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഉള്ളിയുടെ സ്വഭാവമായിരിക്കും. എന്താണ് ഉള്ളി എന്ന് പറഞ്ഞാൽ, ഒരാളെ കരയിപ്പിക്കും ഉള്ളി. അവൻ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു സിംഹത്തിനെ പോലെ ആവുകയാണ്. അവിടെ പൊട്ടൽ, ഇവിടെ ചീറ്റൽ, ഭാര്യയോട്. വീട്ടുകാരെന്ത് വിചാരിക്കും, ഇവനൊന്ന് പുറത്തു പോയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഓരോ ആളോടുള്ള ഹാല് മനസ്സിലാക്കി അവരിപ്പോൾ ഞാനിത് പറഞ്ഞാൽ സ്വീകരിക്കുന്ന അവസ്ഥയാണോ, അതല്ല അവർ ഞാൻ പറഞ്ഞാൽ ചൂടാകുന്ന അവസ്ഥയാണോ, മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് വലിയ ഡോക്ടറേറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ചെറിയൊരു മതി, തജ്രിബ മതി, ചെറിയൊരു പരിചയം മതി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരുടെ പ്രയാസങ്ങൾ അത് പരിഗണിക്കാറുണ്ട്, അവിടുത്തെ ഫീലിങ്സുകൾ. ഒരു ദിവസം നോക്കൂ സഹോദരങ്ങളെ, വളരെ മനോഹരമായൊരു സംഭവമാണ്. എന്താണ്, സഫിയ റളിയല്ലാഹു അൻഹയും ഹഫ്സ റളിയല്ലാഹു അൻഹയും തമ്മിൽ നടന്നൊരു സംഭവം. എന്ത് ചെയ്തു, ഹഫ്സ റളിയല്ലാഹു അൻഹ അവിടുന്ന് സഫിയ റളിയല്ലാഹു അൻഹയെ ഇബ്നത്തു യഹൂദി എന്ന് വിളിച്ചു. യഹൂദിയുടെ മകളെ എന്ന് ആര് വിളിച്ചു? ഹഫ്സ റളിയല്ലാഹു അൻഹ വിളിച്ചു. ഇതൊക്കെ മനുഷ്യ സഹജമാണ്. നമ്മൾ ആരും മനസ്സിലാക്കേണ്ടത്, സ്വഹാബിമാർ അവർ എന്താണ് മലായിക്കത്തുകളാണെന്നൊന്നും നമ്മൾ കരുതേണ്ടതില്ല. അവരും എന്താണ്, മനുഷ്യന്മാരാണ്. പക്ഷെ അവരുടെ ഫളൽ എന്തെന്നാൽ, അവർക്ക് എന്തെങ്കിലും പറ്റിയ അവരെന്താണ്, പെട്ടെന്ന് തന്നെ നമ്മളെ പോലെയല്ല, അവർ പെട്ടെന്ന് നന്നാവും. ഇപ്പൊ അബൂബക്കർ സിദ്ദീഖും ഉമർ റളിയല്ലാഹു അൻഹും തമ്മിൽ നടന്ന സംഭവം നമുക്കറിയാം. അവിടുന്ന് ചെറിയ രൂപത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊന്നും എന്തല്ല,
ഒരാൾ അത്രയും മോശമാണെന്ന് അറിയിക്കുന്ന കാര്യമൊന്നുമല്ല. അവരൊക്കെ നമ്മളെക്കാളും അത്രയും മുകളിലുള്ള ആളുകളാണ്. നമ്മളെപ്പോലെ കരുതാൻ സാധിക്കുകയില്ല. അവർ അത്രയും ഫضലുള്ള ആളുകളാണ്. അങ്ങനെ എന്തായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനസ്സിന് ഹൃദയ വിശാലത നൽകുന്ന മറുപടിയാണ് ആർക്ക് കൊടുത്തത്? സഫിയ റളിയല്ലാഹു അൻഹ കൊടുത്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കുമ്പോൾ എന്താണ്, സഫിയ റളിയല്ലാഹു അൻഹ ഇങ്ങനെ കരയുകയാണ്. ഫദഖല അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയതബകി. റസൂൽ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ സഫിയ ഇങ്ങനെ കരയുന്നു. ഫഖാല മാ യുബ്കീകി, അല്ലയോ സഫിയ, എന്തിനാണ് നീ കരയുന്നത്? നോക്ക്, നമ്മൾ ചില ആളുകൾ ഭാര്യമാർ അവരുടെ മുഖം മാറിയത് കണ്ടാൽ അല്ലെങ്കിൽ പ്രയാസത്തിലാണ് എന്ന് കണ്ടാൽ ഒരു അക്ഷരം ചോദിക്കൂല എന്ത് പറ്റിയെന്നുള്ളത്. ചില ആളുകൾ അങ്ങനെയാണ്. അവർക്ക് അതിനൊന്നും നേരം ഉണ്ടാവുകയില്ല. നേരെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ എന്താണ് പരിപാടി? ഫോൺ എടുക്കുക, തുറക്കുക, ഇരിക്കുക. നമ്മൾ ഒരിക്കലും ആവാൻ പാടില്ല. ഇവിടുന്ന് നോക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഭാര്യ സഫിയ കരയുന്നത് കണ്ടപ്പോൾ റസൂൽ ചോദിക്കുകയാണ്, മാ യുബ്കീകി, എന്താണ് നിന്നെ കരയിപ്പിച്ച കാര്യം? ഫഖാലത് ഖാലത് ലി ഹഫ്സ ഇന്നി ബിൻതു യഹൂദി. എന്ത് ചെയ്തു? എന്നോട് ഹഫ്സ, ഞാൻ യഹൂദിയുടെ മകളാണ് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്നകി ലബ്നതു നബിയ്യിൻ, നീ ഒരു നബിയുടെ മകളാണ്. വ ഇന്ന അമ്മകി ലനബിയ്യുൻ, നിന്റെ ഉപ്പയുടെ സഹോദരനും ഒരു നബിയാണ്. വ ഇന്നകി ലതഹ്ത നബിയ്യിൻ, നീ ഇപ്പോൾ ഉള്ളതാരുടേതാണ്? ഒരു നബിയുടെ കീഴിലാണ്, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലാണ്. ഫഫീമാ തഫ്ഖറു അലൈകി, പിന്നെ ഇതിനേക്കാൾ വലിയ ഫഖർ എന്താണ് നിനക്കുള്ളത്? അഥവാ ഇവിടെ ഉദ്ദേശിച്ചത് അമ്മും അതുപോലെ തന്നെ ഉപ്പയും ഉദ്ദേശിച്ചത് ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെയുമാണ്. കാരണം അറിയാലോ, ഇപ്പോൾ ഉള്ളതോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലാണ്. അപ്പൊ എന്തായി? സഫിയ റളിയല്ലാഹു അൻഹക്ക് മനസ്സിനൊരു വിശാലത വരികയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യമാരുടെ ഫീലിങ്സ് പരിഗണിക്കുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ചെയ്ത കാര്യമാണ്. നമ്മൾ അവരെ ചേർത്ത് പിടിക്കുക. നമ്മളല്ലാതെ അവരുടെ പ്രയാസങ്ങൾ കേൾക്കാനും അതുപോലെ തന്നെ അവരെ ചേർത്ത് പിടിക്കാനും മറ്റാരും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അവരോട് ഈ ഒരു രൂപത്തിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സയോട് എന്ത് പറഞ്ഞു? ഇത്തഖില്ലാഹ യാ ഹഫ്സ, നീ എന്ത് ചെയ്യണം? അള്ളാഹിനെ സൂക്ഷിക്കണം. റസൂൽ അവിടുന്ന് ശകാരിച്ചുകൊണ്ട് പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഏതൊരു മുഅ്മിനും ചിന്തിക്കാൻ പറ്റുന്ന വാക്കാണ് പറഞ്ഞത്. ഇത്തഖില്ലാഹ്, എന്ത് ചെയ്യുക? അള്ളാഹിനെ സൂക്ഷിക്കുക എന്നുള്ളത്. വളരെ മനോഹരമായ അധ്യാപനം സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ സഹോദരങ്ങളെ, മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ മുഖഭാവം മാറിയാൽ തന്നെ റസൂൽ ഏത് ഹാലിലാണ് ഉള്ളത് എന്ന് അവിടുത്തെ ഭാര്യമാർക്ക് അറിയാമായിരുന്നു. നോക്കൂ ഒരു സംഭവം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതുവെ എന്താണ് പതിവ്? അവിടുന്ന് പുഞ്ചിരിച്ച അവസ്ഥയിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോഴൊക്കെ റസൂലിന്റെ ഹാൽ എന്താണ്? പുഞ്ചിരിച്ച അവസ്ഥയിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് എപ്പോഴും പുഞ്ചിരിക്കാറാണ് പതിവ്. എന്നാൽ ഒരു ദിവസം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാർമേഘം കാണുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാർമേഘം കണ്ടപ്പോൾ അവിടുന്ന് ഭാര്യമാർക്ക് മനസ്സിലായി റസൂലിന്റെ മുഖത്ത് എന്താണ്? ഉരിഫ ദാലിക ഫീ വജ്ഹിഹി, റസൂലിന്റെ മുഖത്ത് പ്രകടമാകുമെന്നാണ്. അഥവാ കാറ്റും അതുപോലെ തന്നെ കാർമേഘമൊക്കെ വന്നു കഴിഞ്ഞാൽ റസൂലിന് എന്തോ ഒരു ഭയപ്പാടുള്ളത് പോലെ തോന്നുമെന്നാണ്. ഭാര്യമാർക്ക് അത് മനസ്സിലാകുമെന്നാണ്. നോക്ക്, എന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ് അറ അന്നാസ ഇദാ റഔൽ ഗൈമ ഫരിഹു റജാഅ യകൂന ഫീഹിൽ മതർ. എന്താണ്? ആളുകൾ, ജനങ്ങൾ, സ്വഹാബിമാർ അവർ മേഘങ്ങൾ കണ്ടാൽ, കാറ്റ് വീശിയത് കണ്ടാൽ അവർ എന്താണ്? സന്തോഷിക്കുകയാണ്. എന്താണ് കാരണം? മഴ ലഭിക്കുമല്ലോ എന്ന് കരുതി. വറാക ഇദാ റഅയ്തഹു അറഫ്തു ഫീ വജ്ഹികൽ കറാഹിയ. റസൂലേ, അങ്ങേ ഈ മഴയും കോളും കാറ്റും കണ്ടു കഴിഞ്ഞാൽ മുഖത്ത് പ്രയാസമാണല്ലോ നമ്മൾ കാണുന്നത്. എന്താണ് അതിനുള്ള കാരണം? ഫഖാല യാ ആയിഷ മാ യുഅമ്മിനുനി അൻ യകൂന ഫീഹി അദാബ്. ആരാണ് എനിക്ക് നിർഭയത്വം നൽകുക ആ മഴയത്തും കാറ്റിലും ശിക്ഷയല്ല ഉണ്ടാവുക എന്നുള്ളതിന്? എന്നിട്ട് അവിടുന്ന് പറയാണ്, ഖദ് ഉസിബ ഖൗമുൻ ബിർരീഹ്, ഒരു സമുദായം കാറ്റുകൊണ്ട് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വഖദ് റഅ ഖൗമുൽ അദാബ് ഫഖാലു ഹാദാ ആരിളുൻ മുംതിറുന. ചില ആളുകൾ മഴ കൊണ്ട് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവർ ആ കാർമേഘം കണ്ടപ്പോൾ അവർ സന്തോഷിക്കുകയായിരുന്നു, ഇതാ നമുക്ക് കാർമേഘം വന്നിരിക്കുന്നു എന്ന്. പക്ഷേ അവരെ അതേ എന്താണ് ആ മഴ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇവിടെ എന്താണ് മഹല്ലു ഷാഹിദ്? അഥവാ ഭാര്യമാർക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തെ മാറ്റം മനസ്സിലാവാറുണ്ട്.
ഭാര്യമാർ ചോദിക്കുകയാണ്, ആ ഫീലിങ്സ് എന്ത് ചെയ്യാണ്, അത് എന്താണ് റസൂൽ അങ്ങേക്ക് പറ്റിയത് എന്ന രൂപത്തിൽ എന്ത് ചെയ്യാണ്, സംസാരിക്കുകയാണ്. മറ്റൊരു സംഭവം ഇതുകൂടി പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഒരു സംഭവം, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഇത് പറയുന്നത്. അഖ്ബർതനി മൈമൂന, മൈമൂന റളിയല്ലാഹു അൻഹയാണ് ഈ സംഭവം എനിക്ക് എന്ത് ചെയ്തത്, പറഞ്ഞു തന്നത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്ബഹ യൗമൻ വാജിമ, ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രയാസത്തിലുള്ള അവസ്ഥയിലാണുള്ളത്. ഫഖാലത്ത് മൈമൂന, മൈമൂന റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ് ലഖദ് ഇസ്തൻകർതു ഹൈഅതക മുൻദുൽ യൗം, റസൂലേ നിങ്ങളുടെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്കെന്നുണ്ട് ഒരു പ്രയാസമുണ്ട്, കുറച്ച് ദിവസമായി നിങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസങ്ങൾ കുറച്ചൊരു പ്രയാസത്തിലാണല്ലോ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ജിബ്രീല കാന വഅദനി അൻ യൽഖാനി അൽ-ലൈലത ഫലം യൽഖനി, എന്നെ ജിബ്രീൽ ഇന്ന് കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇന്നലെ രാത്രി എന്ത് ചെയ്തില്ല, ജിബ്രീൽ എന്നെ കാണാൻ വന്നില്ല. നോക്കൂ സഹോദരങ്ങൾ, അവിടുത്തെ പ്രയാസം ആർക്ക് മനസ്സിലാവുകയാണ്, ഭാര്യമാർക്ക് മനസ്സിലാവുകയാണ്. അമ വല്ലാഹി മാ ഖലഫനി, ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഒരു തെറ്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഖാല ഫദല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമഹു ദാലിക അലാ ദാലിക, അന്നേ ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ പ്രയാസത്തിൽ ആ ദിവസം അങ്ങനെ കഴിഞ്ഞുപോയി. സുമ്മ വഖഅ ഫീ നഫ്സിഹി ജറു കൽബി തഹ്ത ഖുസ്താത്തിൻ ലനാ ഫഅമറ ബിഹി ഫഉഖ്രിജ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കുമ്പോൾ എന്താണ്, അവിടെ ഒരു നായയെ കാണുകയാണ്, ഒരു നായയെ കാണുക വീട്ടിനുള്ളിൽ. അപ്പോൾ സുമ്മ അഖദ ബിയദിഹി മാഅൻ ഫനളഹ മകാനഹു ഫലമ്മ അംസ ലഖിയഹു ജിബ്രീൽ ഫഖാൽ, എന്താണ്, ആ നായയുള്ള സ്ഥലത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വൃത്തിയാക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പിറ്റേ ദിവസം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആര് കണ്ടു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടപ്പോൾ അവിടുന്ന് ചോദിച്ചു, ഖദ് കുൻത വഅദ്തനി അൻ തൽഖാനി അൽ ബാരിഹ, ഇന്നലെ എന്നെ കാണാമെന്നങ്ങ് പറഞ്ഞതല്ലേ ജിബ്രീലെ, പിന്നെ ഇന്നലെ എന്തുകൊണ്ട് വന്നില്ല? ഖാല അജൽ, അതെ ഞാൻ പറഞ്ഞിരുന്നു. വലകിന്ന ലാ നദ്ഖുലു ബൈതൻ ഫീഹി കൽബുൻ വലാ സൂറ, എന്നാൽ നമ്മൾ മലായികത്തുകൾ നായയുള്ള വീട്ടിലും അതുപോലെ തന്നെ ചിത്രങ്ങളുള്ള വീട്ടിലും എന്ത് ചെയ്യില്ല, പ്രവേശിക്കുകയില്ല എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, അവിടുത്തെ ഭാര്യ അല്ലെങ്കിൽ മൈമൂന റളിയല്ലാഹു അൻഹ അവിടുന്ന് മനസ്സിലാവുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് എന്തോ ഒരു പ്രയാസമുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ, നമ്മുടെ ഭാര്യയായാലും അതുപോലെ തന്നെ ഭർത്താക്കന്മാരായാലും അവർക്ക് വല്ല പ്രയാസമുണ്ട് എങ്കിൽ അത് നമ്മൾ പരിഗണിക്കണം, അവരെ ചേർത്ത് പിടിക്കണം, അവരോട് സംസാരിക്കണം. സംസാരിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവുള്ളൂ, എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവുകയുള്ളൂ, നമുക്ക് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇനി നമുക്കതിന് കഴിവില്ലെങ്കിലോ, എൻ്റെ ഭർത്താവ്, അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മളുടെ നന്മ ആഗ്രഹിക്കുന്ന ആളോട് എന്ത് ചെയ്യണം, നമ്മൾ പോയിട്ട് എൻ്റെ ഭർത്താവ് ഇന്ന് പ്രയാസമുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ നല്ല രൂപത്തിലുള്ള നസീഹത്തുകൾ നമുക്ക് നൽകും. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ദാമ്പത്യ ജീവിതം ഏറ്റവും മനോഹരമായ ദാമ്പത്യ ജീവിതമായി മാറ്റുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതിൽ വല്ല നന്മയും ഉണ്ട് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമുള്ളതാണ്. പറഞ്ഞതിൽ വല്ല തിന്മയും വന്നു പോയിട്ടുണ്ട് എങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅല വഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.